ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ലൂമിയർ എന്നാണ്. പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളിൽ ആനിമേഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആനിമേഷൻ ആഡ് ചെയ്യാം. അതല്ല, നിങ്ങൾ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോകളാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ആനിമേഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോകളിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ലൂമിയർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ ഞാൻ 1-2 ആനിമേഷനുകളിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആനിമേഷൻ ഞാൻ ഫോട്ടോയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഗ്ലാസിൻ്റെ ഫോട്ടോയിൽ ഇവിടെ വേറൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത്, നമ്മൾക്ക് പുതിയ എഫക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ FX എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ ലഭിക്കും. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ 1-2 എഫക്റ്റുകൾ മാത്രമേ കാണൂ. എന്നാൽ ഈ സെറ്റിംഗ്സിൽ വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എല്ലാ എഫക്റ്റുകളും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇടയ്ക്ക് അപ്ഡേറ്റും അതിൽ ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ക്യാമറയുടെ ബട്ടൺ കാണാൻ സാധിക്കും. ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിന്റെ ക്യാമറ ഓപ്പൺ ആകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇത് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വേണമെങ്കിലും ഓപ്പൺ ആക്കാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻ മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുണ്ട്. ഞാനിവിടെ ഗാലറിയിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഞാനിവിടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ മോഹൻലാലിന്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. മോഹൻലാലിന്റെ ഒരു ഫോട്ടോ വന്നു. അത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഫോട്ടോ ഇവിടുന്ന് ക്രോപ്പ് ചെയ്യാം. അതിനുശേഷം റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് ഈ ഫോട്ടോ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ സേവ് ചെയ്യാൻ സാധിക്കൂ. നോക്കുക, ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ എഫക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു എഫക്റ്റിനുള്ളിൽ മറ്റ് എഫക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനായിട്ട് ഇതിൽ വീണ്ടും വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റുകൾ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എഫക്റ്റിനുള്ളിൽ എത്ര എഫക്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഓരോന്നായിട്ട് മാറി വരുന്നത് കാണാം. ഓക്കെ, ഇങ്ങനെ ഓരോ എഫക്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള എഫക്റ്റുകൾ ഇതിൽ ഇടാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള എഫക്റ്റുകളാണ് ഇതിൽ ലഭിക്കുന്നത്. നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ ഇതിലേതെങ്കിലും ഒരു എഫക്റ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു എഫക്റ്റിനുള്ളിൽ 16 സബ് എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. നോക്കുക, ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. പുലിമുരുകന് നമ്മൾ ഇങ്ങനെ ഒരു കണ്ണാടിയൂടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. എന്തായാലും ഞാനിത് ചെയ്യുന്നില്ല. ഇങ്ങനെ ഏത് ഫോട്ടോയ്ക്കും നമുക്ക് മനോഹരമായിട്ടുള്ള എഫക്റ്റുകൾ ആഡ് ചെയ്യാം. നോക്കുക, ഒരു കൊച്ചു പുലിയുടെ എഫക്റ്റ് കൊടുക്കുകയാണ്. നോക്കുക, ഒരു കൊച്ചു പൂച്ച ഇവിടെ ലാലേട്ടന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇത് ആനിമേറ്റഡ് ആണ്. ഇത് അനങ്ങുന്നുണ്ട് പൂച്ച. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി ഞാൻ ഇവിടേക്ക് വെക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇത് സേവ് ചെയ്യാണ്. മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ മെമ്മറിയിലേക്ക് സേവ് ആകും. ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ ലഭിക്കും. ഓരോ എഫക്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നിങ്ങളുടെ ഫോട്ടോകളിൽ യൂസ് ചെയ്യുക. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഫണ്ണി ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട് അവരുടെ ഫോട്ടോസ് എടുത്ത് നമുക്ക് ഇതുപോലെയുള്ള ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോട്ടോയാണ്. ഇത് നമുക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ അങ്ങനെ ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഞാനിത് വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ആ ഫോട്ടോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ സെൻഡ് ആകുന്നുണ്ട്. സെൻഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയായിരിക്കും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്നൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഇതുപോലൊരു വീഡിയോ ഫോർമാറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. 0.07 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ്. ഓക്കെ, നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ലഭിക്കുന്നത് നോക്കുക. ഇതേപോലെ ആയിരിക്കും ആ ഫോട്ടോ, നമ്മൾ അയക്കുന്ന ഫോട്ടോ അവർക്ക് ലഭിക്കുന്നത്. ഒരു ചെറിയ ആനിമേഷൻ അതിനോടൊപ്പം കാണും. നമ്മളുടെ ഫോട്ടോ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.